നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരാണ്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ട്വിറ്റർ ആയാലും നമ്മളെല്ലാവരും ഇതിലെല്ലാം ആക്റ്റീവായിട്ട് ഇതെല്ലാം യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ആർക്കും ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. ഒരു ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, ക്രിപ്റ്റോ കറൻസിനെ സ്നേഹിക്കുന്ന, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പല രീതിയിലും ഉപയോഗപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളതിനുപരി ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, മാത്രമല്ല ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാനും ഏതൊക്കെ രീതിയിലാണ് സാധ്യമാകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിൽ കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിലും ഞാനൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് വഴി തന്നെ നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ റെഫറൽ ID ആണ്. അതുവഴി തന്നെ നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ വഴിയാ പറയാം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഫീഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ്. നമുക്ക് ഒരുപാട് ആളുകൾ, നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയാസിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള പലതരം പോസ്റ്റുകൾ, ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള പലതരം പോസ്റ്റുകൾ നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ആ ആളുകളെ എല്ലാം വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാനും സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പുതിയ ന്യൂസുകളൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പല ആളുകളും പോസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്കതെല്ലാം അറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഫീഡ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. മാത്രമല്ല നമുക്ക് ഓരോ പോസ്റ്റുകളും ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, സേവ് ചെയ്ത് വെക്കാനും, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് വേറെ ആൾക്ക് അയച്ചു കൊടുക്കാനൊക്കെ നമുക്ക് നോർമലായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഓരോ പോസ്റ്റുകൾക്കും കമൻറ്റ് ചെയ്യുന്ന പോലൊക്കെ തന്നെ നമുക്ക് ഇതിലും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. തൊട്ടപ്പുറത്തുള്ള ഓപ്ഷനാണ് ഡിസ്കവർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് തീർച്ചയായിട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു ഡിസ്കവർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്കവറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് പോർട്ട്ഫോളിയോസ് കാണാനായിട്ട് പറ്റും. സഹിഫോളിയോ എന്നാണ് ഇതിൽ പറയുക. കാരണം സഹി പോയിന്റ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നോർമലായിട്ടുള്ള റിയൽ ആയിട്ടുള്ള മണിയല്ല നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സഹി പോയിന്റ്സ് ആണ്. സഹി പോയിന്റ്സ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് റിയൽ ആയിട്ടുള്ള മണി യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പരീക്ഷിച്ച് നോക്കാനായിട്ട് പറ്റും. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കിട്ടും. ഒരുപാട് ആളുകളുടെ പോർട്ട്ഫോളിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവർ ഏതൊക്കെ കോയിൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ സ്ട്രാറ്റജീസ് നമുക്കും പരീക്ഷിച്ച് നോക്കാനായിട്ട് പറ്റും. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ ഡിസ്കവറിൽ നമുക്ക് ടോപ്പ് സഹിഫോളിയോസിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഒരു ലോക്കിൻ്റെ ചിഹ്നം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പോർട്ട്ഫോളിയോസ് എല്ലാം തന്നെ ലോക്ക്ഡ് ആണ്. ഇത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു 10 സഹി പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് 24 മണിക്കൂർ നേരത്തേക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ, ഈ ഒരു രാകേഷ് എന്ന് പറയുന്ന ആളുടെ ഈ ഒരു സഹി ഫോളിയോ നമുക്ക് അൺലോക്ക് ചെയ്തുകൊണ്ട് ആൾ ഏതൊക്കെ കോയിൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ആൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി മനസ്സിലാക്കി നമുക്കും അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് പരീക്ഷിച്ച് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ സഹി ഫോളിയോസ്, മറ്റുള്ള ആളുകളുടെ സഹി ഫോളിയോസ് നമുക്ക് അൺലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നത്. താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ക്രിപ്റ്റോ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് കറണ്ട് ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പ് കാണാനായിട്ട് പറ്റുന്നത് $2.04 ട്രില്യൺ ആണ് കറണ്ട് ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. താഴേക്ക് വരികയാണെങ്കിൽ ഓരോ കോയിനുകളുടെ മാർക്കറ്റ് ക്യാപ്പും അതിൻ്റെ പ്രൈസും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ XRP എന്ന് പറയുന്ന കോയിൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. XRPയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് XRPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. XRPയുടെ വില കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ചാർട്ടും കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ XRPയുടെ കോയിൻ ഫണ്ടമെൻറ്റൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏത് കോയിനിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ ഫണ്ടമെൻറ്റൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വളരെയധികം ഉപയോഗപ്രദമാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് XRPയുടെ കോയിൻ ഫണ്ടമെൻറ്റൽസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ XRPയുടെ റീസെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് XRPയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അത് ആരൊക്കെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ന്യൂസുകളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. അപ്പോൾ കോയിൻ ഫണ്ടമെൻറ്റൽസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. കോയിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്തെങ്കിലും പുതിയതായിട്ടുള്ള ന്യൂസ് കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്കിതിൽ അറിയാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഓപ്ഷനാണ് ഈ ഡിസ്കവർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലുള്ളത്. ഇനി
പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സാധാരണ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്ന പോലെ തന്നെ ഇതിൽ നമുക്കൊരു പോസ്റ്റ് ഇടാൻ സാധിക്കുന്നതാണ്. പോസ്റ്റ് ഇടുന്നതിലൂടെ നമുക്ക് സഹി പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സഹി പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുക. നമുക്കൊരു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും പോളോ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റും. ഇപ്പോൾ എത്തേറിയം ബെയറിഷാണ് എത്തേറിയം ബുള്ളിഷാണ് എന്നുള്ള പോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ പലതരത്തിലുള്ള പോസ്റ്റുകൾ നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ആണ്. നമുക്ക് നമ്മുടെ എക്സ്ചേഞ്ച് നമ്മൾ ഏത് എക്സ്ചേഞ്ചാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്കിതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, അത് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വാലറ്റ് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നോക്കാനായിട്ട് പറ്റുന്നതാണ്. പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഞാൻ അധികം നാളായിട്ടില്ല ഈ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. ഒരു ഫ്രണ്ടാണുള്ളത്, 7 ഫോളോവേഴ്സ്, 12 പേരെ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ സഹി പോയിന്റ്സുകൾ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ താഴെ എൻ്റെ സഹി ഫോളിയോ കാണാനായിട്ട് പറ്റും. 1 ഡേ ഗെയിൻ 1.83% ആണ്, ഓവറോൾ ഗെയിൻ 3.98% ആണ്. എൻ്റെ പോർട്ട്ഫോളിയോ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു സഹി പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സഹി പോയിന്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സഹി പോയിന്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൗ ടു ഏൺ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു കാർഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ ഡെയിലി ഓരോ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 പോയിന്റ്സ് വീതം കിട്ടുന്നതായിരിക്കും. അതായത് ഒരു പോസ്റ്റ് ഇടുന്നതിന് 5 സഹി കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല നമ്മൾ ഇവിടെ റീഡ് നൗ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു 10 കാർഡുകൾ 10 പേരുടെ പോസ്റ്റുകൾ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. നമ്മളൊരു സഹി ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട്സിലുള്ള ഫ്രണ്ട്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 200 പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഏതെങ്കിലും യൂസേഴ്സ് നമ്മുടെ പോസ്റ്റിൽ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 100 പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 200 പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പോയിന്റ്സ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഈ പോയിന്റ്സ് വെച്ചുകൊണ്ടാണ് നമുക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 20 സഹി പോയിന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ലൂണ എന്ന് പറയുന്ന ഒരു കോയിനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് പോയിന്റ്സ് എടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ടെറ എന്ന് പറയുന്ന ലൂണ എന്ന് പറയുന്ന കോയിൻ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള എത്ര പോയിന്റ്സ് ആണ് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് സെലക്ട് ചെയ്യും. ഞാൻ 100% കൊടുക്കുന്നുണ്ട്. അതായത് എൻ്റെ കയ്യിൽ 20 പോയിന്റ്സ് ആണുള്ളത്. ആ 20 പോയിന്റ്സ് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് പോയിന്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പോയിന്റ്സ് ഞാൻ ആ ഒരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ആ ടെറ എന്ന് പറയുന്ന കോയിൻ വന്നിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പോയിന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് എത്ര കോയിൻസിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് പരീക്ഷിക്കാനായിട്ട് പറ്റും. അതായത് റിയൽ മണി യൂസ് ചെയ്യാതെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് നമുക്ക് പരീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ പോയിന്റ്സ് കൊണ്ടുള്ള മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവാർഡുകൾ കിട്ടുന്നതായിരിക്കും. അതായത് നമുക്ക് ഗിഫ്റ്റ് കൂപ്പൺസ് കിട്ടുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ടിൻ്റെയും സൊമാറ്റോയുടെയും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൂപ്പൺസ് കിട്ടുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹി കോയിൻ റിവാർഡ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ ഗിഫ്റ്റ് കാർഡിനും വേണ്ട റിക്വയർമെൻറ്റ്സ് കാണാനായിട്ട് പറ്റും. 1000 സഹി പോയിന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപയുടെ ഒരു ആമസോൺ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 2500 സഹി കോയിൻസ് ഉണ്ടെങ്കിൽ 250 രൂപയുടെ സൊമാറ്റോ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. 1000 സഹി പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു 100 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും പല കമ്പനികളുടെ അല്ലെങ്കിൽ പല KFCയുടെയും സൊമാറ്റോയുടെയും മാക്സിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കാർഡുകൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ എത്ര പോയിന്റ്സ് സഹി പോയിന്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സഹി പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സഹി പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അതിനനുസരിച്ചുള്ള റിവാർഡുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് സഹികോയിൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും യൂസ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓരോ കോയിനെയും പറ്റിയിട്ടുള്ള അതിൻ്റെ ഫണ്ടമെന്റൽസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണാം.